സുഹൃത്തുക്കളെ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എന്റെ പ്രൊഫഷൻ തന്നെയാണ്. അത് നമ്മുടെ ജങ്കാറിൽ, അതായത് ഗ്യാരേജിൽ, ശരിക്കും ടൂ വീലറിന്റെ ഗ്യാരേജ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടൂ വീലർ അല്ല, ഒരു വീലർ കൂടെ കൂട്ടി 3 വീലർ ആണ്. ആക്ച്വലി അത് ഇടാൻ തന്നെ കാരണം, ആളിവിടെ വന്നു, ഒരു ഓട്ടോയും കൊണ്ട് വന്നു. അപ്പോൾ അതിന്റെ ഓട്ടോറിക്ഷയുടെ വർക്ക്ഷോപ്പിൽ ചോദിച്ചപ്പോൾ ലേബർ ചാർജ് 2000 രൂപ എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ആളുടെ അത്രയും പൈസ ഇല്ല. അപ്പൊ എന്നോടൊന്ന് ചോദിച്ചു, ഇവിടെ അടുത്തുള്ളൊരു സുഹൃത്താണ്, കണ്ടിട്ടുണ്ട്, എന്റെ സുഹൃത്താണ്. അപ്പൊ അവൻ എന്നെ ഇവിടെ വരുന്നു, അപ്പൊ എന്നോട് ചോദിച്ചു ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ എന്തും പിടിക്കും, ജങ്കാറിൽ എന്തും കയറും. അങ്ങനെ വരുന്നു, വണ്ടി കയറ്റുന്നു, ക്ലച്ചായിരുന്നു. എനിക്ക് ഓട്ടോറിക്ഷയുടെ മെക്കാനിക്കുകൾ എത്ര, അല്ലെങ്കിൽ അവര് വർക്ക്ഷോപ്പിൽ എത്ര മേടിക്കുന്നത് എനിക്ക് അറിയില്ല. പക്ഷെ 2000 രൂപ അവൻ പറഞ്ഞത് എന്നോട്, അതുകൊണ്ടാണ് ഞാൻ 2000 എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ജങ്കാർ കയറ്റി, സംഭവം ഓക്കെ, ഫിനിഷ് ആക്കി, ടെസ്റ്റ് ഡ്രൈവും കഴിഞ്ഞു. അപ്പോൾ അത് ഇന്നലെ ആയിരുന്നു. പക്ഷെ ഇന്നലെ ഒരു ഇൻട്രോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇൻട്രോ വീഡിയോ എടുത്തതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ക്ലച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അതായത് ഇതാണ് ക്ലച്ച് ഹബ്ബ്. ഇവിടെ 10-ന്റെ ബോൾട്ടുകളാണ് കണ്ടാ. ഇത് നമ്മൾ റിലീസ് ചെയ്യുകയാണ്, കാരണം ഇത് ക്ലച്ച് മൊത്തം കത്തിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇവൻ ജങ്കാർ അന്വേഷിച്ച് വന്നതാണ്. നമ്മുടെ ഒരു സുഹൃത്തും ഇത് 2 വാഷുണ്ട്. ഈ ഒരു നട്ടും 2 വാഷുമാണ്. ഇതൊരിക്കലും മിസ്സാവരുത്. ആ സ്പ്രിങ് വലിച്ചു വരാതെ കൈ കളയാണ്ട് ഒരിടത്താൽ മതി. അപ്പോൾ നമുക്ക് ജങ്കാറിൽ എന്തും പിടിക്കും, ജങ്കാറിൽ ഏത് വണ്ടി പിടിക്കും. അപ്പോൾ ഇതും കൂടെ അടിച്ചാലാണ് നമുക്ക് ഇവിടുത്തെ ഈ സെറ്റിങ് പോരുള്ളൂ. പന്ത്രണ്ടിൻ്റെയാണ്. ഇതൊക്കെ ഇടുമ്പോൾ തിരിച്ചിട്ടിടണം, മറന്നു പോരുത്. നീ അതും കഴിച്ചിട്ടോ. ഓക്കെ, ഇതാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. കൂടെ ഒന്നുകൊണ്ട് നല്ല ചൂടാണ് സുഹൃത്തുക്കളെ. ഗൈസ്, ഇതൊരു ലോക്കാണ് കണ്ടാ. ലോക്ക് ഈ പിന്നെ ജസ്റ്റ് നടത്തി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങ് പോരും. ഇതിൻ്റെ അകത്ത് 12-ന്റെ ഒരു ബോൾട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ലോക്ക് വെച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ലെവൽ ചെയ്തിട്ട് വേണം ഊരെടുക്കാൻ, അല്ലെങ്കിൽ ഇത് ഊരി പോയിച്ച് കുറച്ച് ടാസ്ക് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ലോക്ക് അതൊക്കെ തട്ടിയെടുക്കണം. ലോക്ക് നേരാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് 12-ന്റെ റിങ് വെച്ച് ബോക്സ് വെച്ച് അഴിച്ചു. സുഹൃത്തുക്കളെ, ഇപ്പോൾ 12 അല്ല 13 ആണ് കേട്ടോ. ക്ഷമിക്കുക, ഇത് കാഴ്ചയിൽ 12 തോന്നി. അപ്പോൾ ഇങ്ങനെ വെറുതെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കറങ്ങും. അപ്പോൾ നമ്മളൊരു വൈലോക്ക് ഇട്ട് പിടിക്കുക, അപ്പോൾ ഇത് ലോക്കായിട്ടിരുന്നോളൂ.
അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു വൈലോക്ക് സെറ്റ് ചെയ്യണം. നമ്മുടെ 2 വീലറിൻ്റെയൊക്കെ ആക്റ്റീവയുടെയും ഒക്കെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അവിടെ നിന്ന് തെന്നി പോവില്ല. ഒരെടുത്തോ. പോയി കത്തിക്കരിഞ്ഞിരിക്കുകയാണ്. വെറ്റ് ക്ലച്ച് ആയതുകൊണ്ട് കുറച്ച് ഓയിലുണ്ടാവും കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് പുതിയ ക്ലച്ച് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ട പോലെ ആ സ്ക്രാപ്പ് ഷോപ്പിൽ രതീഷിനെ എടുത്ത് തന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. ദക്ഷിണമൂർത്തി സ്ക്രാപ്പ് യാർഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്താണ് ഇപ്പോൾ ഇത് മേടിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്ലച്ചാണ്. 500 rupees ആയി എന്നാണ് പറഞ്ഞത്. DM ദക്ഷിണമൂർത്തി. നമുക്കിതൊന്ന് തിരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും എന്ത് പാർട്സ് ആയാലും നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്യണേ അതിന് മാത്രം സമയമൊന്നും വേണ്ട. നീറ്റാക്കി കൊടുക്കുക. നമുക്കൊരു വർക്കത്തായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ മേടിച്ചത് കയറ്റിയിടുകയാണ് ഗൈസ്. ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടക്കേന്ന് കേൾക്കും. പിന്നെ ഷാഫ്റ്റ് അടക്കം മാറേണ്ടി വരും. പിന്നെ നമ്മൾ ഈ ലോക്ക് ജസ്റ്റ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്ത് അകത്തേട്ട് കയറ്റി വിടുക. പിന്നെ തിരിച്ച് റിട്ടേൺ എടുക്കുമ്പോൾ ഇതകത്ത് ലോക്കായിട്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. വേറെ വലിയ സെറ്റപ്പൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നല്ലൊരു അങ്ങനെയൊന്നുമില്ല, എന്തും പിടിക്കും. ഓക്കെ, എന്തും കയറും. അപ്പോൾ ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവർ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാം. ബീഡിങ് കറക്റ്റായിട്ട് ഓട്ടണം. ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ടൈറ്റിങ്ങിലേക്ക് കിടക്കാം.
10ൻ്റെ ബോൾട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് ടൈറ്റ് ചെയ്യുക, ക്രോസ് ടൈറ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് കയറ്റും. ഇതൊന്നും എല്ലാവർക്കും അറിയാതെ തന്നെ ആയിരിക്കും, പക്ഷേ ഇത് നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ എന്ന് ഓർത്ത് പറയണം കേട്ടോ. ആരും വേറൊന്നും അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ പിടിപ്പിക്കണം. റിവേഴ്സിൻ്റെ ഒരു സ്പ്രിങ് പിടിപ്പിക്കുന്ന സ്ഥലമാണ് ഇത്. നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അഴിച്ചെടുത്താലാണ് ഈ കവർ ഊരി പോരുള്ളൂ. നമ്മളത് അതേപോലെ തന്നെ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ആ സ്പ്രിങ് എടുത്ത് നേരെ അതിനകത്ത് ഇടുക. പരിപാടി തീർന്ന്. വേറെ സ്പ്രിങ് ഇടാനാണ്. ഇത് ഓക്കെ ആയി. ഇവിടെ ഏകദേശം എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ ഇവനെ ഞങ്ങൾ ഈ ഒരു പാഡ് ഇങ്ങനെ എടുത്ത് ഉണ്ടോ നേരെ എടുത്ത് ഇവിടെ ഇടുന്നു. ഒരു സ്ക്രൂ എടുത്ത് നേരെ നമ്മളിതേ ഇതിനകത്ത് പിടിപ്പിക്കുന്നു. ഓക്കെ, സ്റ്റാർട്ട് ദ വെഹിക്കിൾ. ഞാൻ എടുത്തോളൂ. ഗൈസ്, അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം. എന്താ നോക്കാം. ഗൈസ്, അടിപൊളിയാണ്. ഓക്കെ, പക്കയാണ്. ക്ലച്ച് കണ്ടോ, ക്ലച്ച് പക്കയാണ്. ഓടിച്ചിട്ട് എങ്ങനെ തോന്നി? ഓടിച്ചിട്ട് ഒരു കുഴപ്പമില്ല. അടിപൊളി, അടിപൊളി, പക്ക. നേരത്തെ വണ്ടി കയറുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ലാണ്ട് വണ്ടി കയറുകയൊക്കെ ചെയ്യുന്നു. അതെ, നേരത്തെ വണ്ടി 10 മീറ്ററിന് അങ്ങനെ നീങ്ങില്ലായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ അത്യാവശ്യം വണ്ടി നല്ല വലിയായി. അപ്പോൾ ഓട്ടോയിലെ വർക്ക്ഷോപ്പിൽ ചോദിച്ചപ്പോൾ എത്ര പറഞ്ഞ റേറ്റ്? 2000 രൂപയ്ക്കാണ്. അതല്ലേ? ഓക്കെ, ശരി, കിട്ടുമെന്നോ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.